പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് കള്ളപ്പേരായി ഇത് മുഴുവൻ. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ പറ്റിയാണ്. KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിൽ തെറ്റു കാണുന്നയാളല്ല ഞാൻ. അത് പാർട്ടി വിരുദ്ധമാണെന്ന് പറയാനൊന്നുമില്ല. അവിടെ അദ്ദേഹം പാർട്ടിക്കെതിരായി ഒന്നും പറഞ്ഞിട്ടുമില്ല. പാർട്ടി നേതാക്കൾ അങ്ങനെ വിരുദ്ധ രാഷ്ട്രീയമുള്ള മുഖ്യധാരാ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇപ്പോഴും പങ്കെടുക്കുന്നുമുണ്ട്. സംഘപരിവാർ മൗദൂദികൾ അടക്കമുള്ള മതമൗലികവാദികളുടെ പരിപാടിയിലൊന്നുമല്ല സുധാകരൻ പങ്കെടുത്തത്. അതുകൊണ്ടുതന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആളുകൾ വിമർശിക്കുന്നതിലും ധീര രക്തസാക്ഷി ഭുവനേശ്വരനെയൊക്കെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിലും വലിയ കഥയൊന്നുമില്ല. പക്ഷേ ജി സുധാകരൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത എന്നെ പരിഗണിക്കൂ, എന്നെ ശ്രദ്ധിക്കൂ എന്ന ഒരുതരം ചിന്തയിൽ നിന്നു വരുന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റിന് തീരെ ചേരാത്ത ഒരു കേഡർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലാണ് അദ്ദേഹം കുറേ നാളുകളായി പെരുമാറുന്നത്. പ്രാഞ്ചിയേട്ടനിൽ പറയുന്നത് പോലെ ഒരു പേരില്ലാത്തതാണ് എൻ്റെ പ്രശ്നം എന്നതുപോലെ എന്നെ ആരും കുമ്പിട്ട് വണങ്ങുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഒരുപാട് കാലം ആലപ്പുഴ പാർട്ടിയെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ആൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വസ്ഥത എന്നതിനപ്പുറം അതൊരുതരം പകയിലേക്ക് മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിൻ്റെ ഭാഗമായി സ്വയം പുകഴ്ത്തലും മറ്റുള്ളവരെ ഭള്ളു പറയലുമാണ് ഇപ്പോഴത്തെ രീതി. പാർട്ടി നടപ്പിലാക്കിയ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളിലെ പ്രായപരിധി എന്ന തത്വം നടപ്പിലാക്കിയതിൽ അദ്ദേഹവും ഭാഗവാക്കായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ മാനദണ്ഡത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ആ മാനദണ്ഡത്തിനെതിരെ അദ്ദേഹം പറയും, വിമർശനമുന്നയിക്കും, എന്നിട്ട് വീണ്ടും ആവർത്തിക്കും, ഞാനും കൂടി ഭാഗമായ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് എന്ന്. ഇതിനെ എന്താണ് വിളിക്കേണ്ടത് എന്ന് നാട്ടുകാർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. പാർലമെന്ററി രംഗത്ത് തുടർച്ചയായി മത്സരിച്ച ആളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന് കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടി പല പദവികളിലും, അത് പാർലമെന്ററി രംഗത്തായാലും സംഘടനാ രംഗത്തായാലും അദ്ദേഹത്തെ നിയോഗിച്ചത്. അതിൽ തർക്കവുമില്ല. അദ്ദേഹം പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തുന്നത് നല്ല ബോറൻ പരിപാടിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മാത്രം മാന്യനും നല്ലവനും ബാക്കിയുള്ളവരൊക്കെ മോശക്കാർ എന്ന രീതി അറുബോറൻ പരിപാടിയാണ്. പാർട്ടിയിലെയും വർഗബഹുജന സംഘടനയിലെയും വിമർശനമുന്നയിക്കുന്നവരെയൊക്കെ ക്രിമിനൽ എന്നും പൊളിറ്റിക്കൽ തന്തയില്ലായ്മയെന്നും ഒക്കെ പറയാൻ ജി സുധാകരന് തോന്നുന്നത് എനിക്ക് ശേഷം പ്രളയം എന്ന അല്പത്തരം കൊണ്ടാണ്. നമ്മുടെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ, അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല. പാർട്ടിക്ക് പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. മനസ്സിലായില്ലേ? പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. അല്ലാതെ സൈബർ ഗ്രൂപ്പ് ഒന്നും പാർട്ടിയുടെ അല്ല, അത് ആൻറ്റി പാർട്ടിയാണത്. കംപ്ലീറ്റ്ലി ആൻറ്റി പാർട്ടി, ആൻറ്റി മാർക്സിസ്റ്റ്. എന്നെ മാത്രമല്ല ഒരുപാട് പേരെ പണ്ട് ഷൈഡേജ് ചെയ്ത് പറഞ്ഞല്ലേ. അത് പോട്ടെ, ഞാനത് കണ്ടിട്ടേ ഇല്ല, കാരണം എൻ്റെ മൊബൈലിൽ ഈ സാധനമില്ല. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് കള്ളപ്പേരായി ഇത് മുഴുവൻ. ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു 10-15 പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, ഇവിടെ യാതൊരു പ്രശ്നമില്ല. അതിനൊക്കെ നല്ല മറുപടി ആൾ കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാത്തവരാ മറുപടി കൊടുക്കുന്നത്. പൊതുയോഗം വെച്ച് ധൈര്യം കൊണ്ടേ പറ, പിന്നെ പറയാമല്ലോ അവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് പറയാൻ പറ. ഇതൊക്കെ ആർക്കാ പറയാം? നിങ്ങളുടെ നാല് ചീത്ത പറയാൻ ഒരാളെ ഏജന്റിനെ വെച്ചാൽ നിങ്ങളെ അവർ ചീത്ത പറയാം. അതുകൊണ്ട് എന്ത് മനോസുഖമാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. പാർട്ടി പരസ്യ ശാസന നൽകിയത് ഇമ്മാതിരി ഒരു അല്പത്വം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതുകൊണ്ടാണ്. ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല എന്നാണ് പാർട്ടി അന്ന് പറഞ്ഞത്. ജി സുധാകരൻ എന്ന നേതാവിനോട് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വിഭാഗീയതയുടെ കാലത്തൊക്കെ പാർട്ടിയെ ചലനാത്മകമായി പിടിച്ചു നിർത്തിയ നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ ബഹുമാനവും ആദരവും തോന്നിയിട്ടുണ്ട്. ജി സുധാകരനോടുള്ള ബഹുമാനം എന്നേക്കുമായി ഇല്ലാതായത് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞ ശേഷം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിലൂടെയല്ല. പ്രളയകാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഓമനക്കുട്ടനെയും പലരും ഓർക്കുന്നുണ്ടാകും. ഓട്ടോ കാശിനു വേണ്ടി 70 രൂപ പിരിച്ച ഓമനക്കുട്ടനെ മാധ്യമ സംഘം വേട്ടയാടിയതും നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ ആ സഖാവിനെ മാധ്യമങ്ങളും വലതുപക്ഷവും കൊത്തിക്കീറിയപ്പോൾ ആ കൂട്ടത്തിൽ ജി സുധാകരനും ഉണ്ടായിരുന്നു. ഓമനക്കുട്ടനെ ആഗോള കള്ളനാക്കിയവരിൽ ജി സുധാകരൻ മാത്രമായിരുന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായൊരാൾ. ഏഷ്യാനെറ്റിനെ വിശ്വസിച്ച് ഓമനക്കുട്ടനെ തള്ളിപ്പറഞ്ഞ അന്നു പോയതാണ് ജി സുധാകരനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും. ദുരിതാശ്വാസ പണം മുഴുവൻ ധൂർത്തടിക്കുന്നു എന്ന
കേരളത്തിലെ വലതുപക്ഷ ശക്തികളുടെ ദുരാരോപണത്തിന് ശക്തി കൂട്ടാൻ ഈ നിസ്സാര സംഭവത്തെ അത് ഉപയോഗിച്ചു. ഓമനക്കുട്ടൻ അദ്ദേഹത്തിന് ശുദ്ധ മനസ്സായിരുന്നു, അതൊക്കെ കുറച്ച് പൈസ പിരിച്ചു. അത് കാര്യം മനസ്സിലാക്കാതെയുള്ള ഒരു ആരോപണം പാർട്ടിക്കും ഗവൺമെൻറ്റുമെതിരെ അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഗവൺമെൻറ് അന്നേരം ഒന്നും ചെയ്തില്ല. ഞാൻ ഗവൺമെൻറ് നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. ഓമനക്കുട്ടൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞില്ല. ഞങ്ങൾ നാസറും ബന്ധപ്പെട്ടവരോട് ആലോചിച്ചിട്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു തീരുമാനം ജില്ലാ കമ്മിറ്റി എടുത്തു. അങ്ങനെയാണ് എൻക്വയറിക്ക് വിധേയമായൊരു സസ്പെൻഷനാണ് നടത്തിയത്. ഇപ്പോൾ അതേ മാധ്യമങ്ങൾ പറയുന്ന അദ്ദേഹം നിരപരാധിയാണ്, ഇവരോടുകൂടി ബാധിക്കുകയാണ്. അന്ന് ജി സുധാകരൻ എന്താണെന്ന് അദ്ദേഹം സഖാക്കൾക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഞാൻ മാത്രം സൽഗുണ സമ്പന്നൻ, ബാക്കിയൊക്കെ മോശം എന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ തോന്നും. സ്വന്തം സഖാക്കളെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അവർക്കെതിരെ രാഷ്ട്രീയ തന്തയില്ലായ്മ എന്ന അസഭ്യവർഷവുമൊക്കെ നടത്താൻ തോന്നുന്നത് എന്തുതരം രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ടതാണ്. കൂടെ നടക്കുന്നവരെ ഓടി നടന്ന് ഭള്ളു പറയുന്ന ഒരാൾ അത്തരം മാന്യത അർഹിക്കുന്നില്ല എന്ന തോന്നലിലാണ് ഇത്രയും കുറിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ ഇരുട്ടിൽ നിർത്തിയും മോശക്കാരാക്കിയും ഒരാൾ മാത്രം മാന്യനാകുന്ന ഏർപ്പാട് അത്ര നല്ലതല്ലല്ലോ. കഴിവേറെ ഉണ്ടായിട്ടും ഒന്നുമാകാതെ പോയ, ഒരു സ്ഥാനത്തുമെത്താത്ത ഒരുപാട് പേർ ഈ പാർട്ടിയിൽ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്, നാളെയുമുണ്ടാകും. അവരൊക്കെയും ജി സുധാകരൻ്റെ രീതി പിന്തുടർന്നിരുന്നുവെങ്കിൽ ഈ പാർട്ടി ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ജി സുധാകരനും ഒരു പദവിയും കിട്ടുമായിരുന്നില്ല.